ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലെപ്പൂസ് ഡയറി. ഇന്ന് ഞാൻ പിസ്സ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പിസ്സ സോസ് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. തക്കാളി വേണം, നല്ല പഴുത്തിട്ടുള്ള തക്കാളി, പിന്നെ വലിയുള്ളി, പിന്നെ വെളുത്തുള്ളിയാണ് ആവശ്യമുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഇഞ്ചിയാണ് വേണ്ടത്, ഒരു ഇഞ്ചിൻ്റെ കഷ്ണം. പിന്നെ ഒറിഗാനോ വേണം, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫ്ലേവറിങ്. പിന്നെ മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, വെള്ളം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഒരു ഡീപ്പായിട്ടുള്ളൊരു പാത്രം എടുക്കുക, അടി കട്ടിയുള്ളൊരു പാത്രം. അതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് 2 തക്കാളി എടുത്തത്, വലിയതാണെങ്കിൽ 1 എടുത്താൽ മതി. നല്ല പഴുത്തിട്ടുള്ള തക്കാളി വേണം എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഉള്ളി എടുക്കുന്നുണ്ട്, വെല്ലുള്ളിയാണ്. അര എടുത്തിട്ട് അതും കട്ട് ചെയ്തിട്ട് ഈ തക്കാളീൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 3 അല്ലി വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ചി വലിപ്പമുള്ള ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും ചേർത്ത് കൊടുത്ത് ഏകദേശം 1 കപ്പോളം വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടി ഇനി ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. മിക്സർ ഗ്രൈൻഡറിലാണ് നിങ്ങൾ അരച്ചെടുക്കുന്നതെങ്കിൽ, അല്ല ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നേരെ തന്നെ ചൂടോടെ തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഹാൻഡ് ബ്ലെൻഡർ ഇറക്കി വെച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഇഞ്ചിൻ്റെ ഉള്ളിൻ്റെ ഒന്നും കഷ്ണങ്ങൾ ബാക്കി ഉണ്ടാകാൻ പാടില്ല. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ, നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. ഇനി ഈ മിക്സ് നമുക്ക് ഒന്നും കൂടെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. നല്ല പോലെ ഒന്ന് കുറുക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. സോസിൻ്റെ ടെക്സ്ചർ ആകുന്നത് വരെ ഇതൊന്ന് ബോയിൽ ചെയ്തിട്ട് കുറുക്കിയെടുക്കാം. ഇനി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഈ സോസിന് കളർ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു 2-3 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ആണ് പിസ്സ സോസിന് മെയിനായിട്ടുള്ള ഫ്ലേവറിൽ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂണോളാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണിന് കുറച്ച് കുറവ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സോസിന് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. റെഡ് ചില്ലി പൗഡർ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്താൽ, ഞാൻ 2 ടീസ്പൂണ്, അത് എൻ്റെ ഒരു മൈൽഡായിട്ടുള്ളൊരു എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത് തിളച്ച് വരുമ്പം പുറത്തേക്ക് തെറിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. സോസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഡീപ്പായിട്ടുള്ള അടി കട്ടിയുള്ള പാത്രം വേണം ഉപയോഗിക്കാൻ. അതേപോലെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് സോസ് ഡ്രോപ്പ് ചെയ്യുമ്പം പെട്ടെന്ന് ഡ്രോപ്പ് ആവാൻ പാടില്ല. കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ അതാ ഇപ്പം നമ്മുടെ സോസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് വേണം ഇത് ഡ്രോപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇതിനി തണുപ്പാകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കട്ടിയായി വരും. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ മാറ്റിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 4-5 ദിവസം ഇത് സൂക്ഷിക്കാൻ പറ്റും. ഒരു ലാർജ് പിസ്സക്ക് ഉപയോഗിക്കാനുള്ള സോസാണിതെന്ന് നമുക്ക് കിട്ടുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.